ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ മറുനാടൻ സ്പെഷ്യലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. മറ്റാരുടെയല്ല, സജിന നൂറിൻ്റെ. അപ്പോൾ സജിന നൂറ് വെളുപ്പിച്ച് ലാസ്റ്റിൽ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്ന പോലെ വെളുപ്പിച്ച് നാറി എത്രമാത്രം നാറാമെന്ന് വെച്ചാൽ അത്രമാത്രം നാറി എന്ന് പറഞ്ഞിട്ട് ഫിറോസ് അങ്ങ് ഭയങ്കര നല്ലവനാണ്. നമ്മൾ നന്മമരമൊന്നും ഒരിക്കലും എവിടെയും പറയത്തില്ല. കാരണം ഫിറോസിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ എവിടെ രണ്ടുപേരുടെയും കൂടി ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടുപേരുടെ തെളിവും രണ്ടുപേരുടെ ഈ അവിഹിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്ട്രീം ലെവൽ അവിഹിതം കേട്ടോ. സജിന ഒരു അവിഹിതം പറയുമ്പോൾ അവിടെ ഫിറോസ് അടുത്ത അവിഹിതം പറയും. അങ്ങനെ ഓരോ അവിഹിതത്തിന് ഓരോന്ന് ഇങ്ങനെ തിരിച്ച് ഓപ്പോസിറ്റും അടുത്തത് പറയും, അതിൻ്റെ ഇപ്പുറത്ത് അടുത്ത പറയും. അങ്ങനെ അവിഹിതത്തിൻ്റെ ഒരു ഫുള്ളും അവിഹിതം ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സജിനയ്ക്കാണ്ട് 9 or 17 കണ്ടാന്ന് തോന്നുന്നു പറഞ്ഞത്. 3 ഗർഭം, 2 ഒളിച്ചോട്ടം, ഇതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ സജിനയാണെങ്കിൽ ഫിറോസിന് ഒരു പടിയും കൂടി മേളിലോട്ട് എന്താ പറയണേ പോക്സോ ഒക്കെ ചാർത്തിയിട്ടുണ്ട്. ഏതോ 17 വയസ്സുള്ള വളരെ കുഞ്ഞില്ല പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞിനെ അങ്ങാണ്ട് പറഞ്ഞ് വളച്ച് നാണമില്ലേ പറയാൻ. 17 വയസ്സൊന്നും കൊച്ചു കുട്ടികളൊന്നുമില്ല. ഇവൾക്കൊക്കെ അറിയത്തില്ലേ വീട്ടിൽ മാതാപിതാക്കൾ വളർത്തുമ്പോൾ മാനം മര്യാദയ്ക്ക് വളർത്തുന്ന മാതാപിതാക്കൾ വളർന്ന വീട്ടിലെ കുട്ടികൾ ഈ 17 വയസ്സിലൊന്നും ഓടി ആരുടെ കൂടെയും പോവില്ല. ഇത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ട് ഞാനിത് പറയുകയാണ്. പോക്സോ ഒക്കെ എന്ന് പറയാം. 17 വയസ്സുള്ള ഇപ്പോഴേ ഒരുപാട് കുട്ടികൾ എന്താ പറയണേ വീട്ടുകാർ പറയുന്നത് അംഗീകരിക്കാതെ ഒരുമാതിരി വളരെ മോശമായിട്ടുള്ള വൾഗറായിട്ടുള്ള ഡ്രസ്സും ഇട്ടുകൊണ്ട് വീഡിയോ കോൾ ചെയ്യുകയും അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് കാശ് ഉണ്ടാക്കാനായിട്ട് മാസ്ക് ഇട്ടുകൊണ്ട് അവിടെ ഇവിടെയും കാണിക്കുകയും ക്ലീവേജ് കാണിക്കുകയും കിടന്നും ഇരുന്നും ചാഞ്ഞുമൊക്കെ വീഡിയോ എടുത്തിടുകയാണ്. അപ്പോൾ ഇത് അത്രയ്ക്ക് നല്ല ഒരു പ്രവണതയല്ല. അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുട്ടികൾ പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടീനെ പിഴപ്പിച്ചു, 17 വയസ്സുകാരിയെ പിഴപ്പിച്ചു എന്ന് പറയല്ലേ എന്ന് പറഞ്ഞാൽ അവൻ നോട്ട്. അപ്പോൾ അത് അന്വേഷിക്കേണ്ടവർ ആരാന്ന് വെച്ചാൽ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്ന ഇതിനകത്ത് ഇന്നലത്തെ മറുനാടൻ സ്പെഷ്യലിനകത്ത് സജിന നൂറ് ഒരുപാട് അലിഗേഷൻ, ഭയങ്കര ഒരു വല്ലാത്ത അലിഗേഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. നമ്മുടെ കേരള പോലീസ്, നമ്മുടെ പുതിയ സർക്കാർ വന്ന് തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമല്ല, ലഹരി കഴിക്കുന്നവർക്ക്, ലഹരി ഉപയോഗിക്കുന്നവർക്ക്, ലഹരി പിന്നെ കച്ചവടം ചെയ്യുന്നവന് എല്ലാത്തിനെയും പിടിച്ച് അവൻ്റെ സ്വത്തുക്കൾ വരെ കെട്ടുകയാണ്. അങ്ങനെയുള്ള ആ തൂഫാൻ നടക്കുമ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നമ്മുടെ സജിന നൂറ് പല ആൾക്കാരെയും, ഇവിടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന പല ആൾക്കാരെയും കുറിച്ച് പറഞ്ഞു. ആ സെലിബ്രിറ്റി സ്റ്റാറ്റസിലല്ലാത്ത ആരുടെയെങ്കിലും കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്യം ഈ വാർത്തകൾ സംപ്രേഷണം ചെയ്ത് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ സംപ്രേഷണം ചെയ്യാൻ അല്ലെങ്കിൽ ഈ വാർത്തകളൊക്കെ കൊടുക്കുന്ന ചാനലുണ്ടല്ലോ, മറുനാടൻ സ്പെഷ്യലാണ് വന്നത്, തീർച്ചയായിട്ടും അവർ ഗവൺമെൻറ് തലത്തിൽ അറിയിക്കണം, പോലീസ് തലത്തിൽ അറിയിക്കണം. അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാരുടെ പേര് വിവരങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഫിറോസ് ഇന്നലെ വീണ്ടും രാത്രിയിൽ കുറച്ച് വീഡിയോസോ പിന്നെ വോയിസോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ സജിന തന്നെയാണ്, സജിന ഇതിൻ്റെ ഒരു ഇതാണ് ഈ ഒരു എന്താ പറയണേ ലഹരി ഉപയോഗിക്കുന്നതും ലഹരി ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന്. അപ്പം കുറച്ച് നാളായിട്ട്, വളരെ ഈ അടുത്ത കുറച്ച് നാളായിട്ടും ആവശ്യമില്ലാതെ ബിഗ് ബോസിൻ്റെ ഫെയിമിലുള്ള ആൾക്കാരായാലും കുറേ ആൾക്കാരൊക്കെ എപ്പോഴും ഇന്ത്യക്ക് വെളിയിലേക്ക് വിദേശത്തേക്ക് പോവുകയാണ്. എപ്പോഴും എന്തെങ്കിലും ഇനാഗുറേഷൻ ഇത് റാസൽ ഖൈമയിൽ പോകുന്നു, ബെഗറിനിൽ പോകുന്നു, ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, അവിടെ ബിസിനസ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, ബാർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഫുള്ളി ഉദ്ഘാടനമാണ്. അവിടെ എങ്ങും ആരെയും കിട്ടുന്നില്ല. ഇവിടെ നിന്നാണ് അതും വളരെ പെട്ടെന്ന് ഫേമസ് ആയി അല്ലെങ്കിൽ ഫെയിമായി എന്ന് തോന്നുന്ന ആൾക്കാരെ കൊണ്ടുപോവുകയാണ്. അത് പലതവണ ഈ ഒരു 6 മാസത്തിനിടയ്ക്ക് ഒരു 25 പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ 25-50 പ്രാവശ്യം പോയ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ചുറ്റിപ്പറ്റിയിട്ട് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. പല ആൾക്കാരിൽ നിന്നും പലതരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്കും വരുന്നുണ്ട്. ലഹരി കടത്തുണ്ട്, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇവർ അറിഞ്ഞതിന് ശേഷം പിന്നെ കടത്താതിരുന്ന പല ആൾക്കാരുമുണ്ട്. ഇത് പുറത്തേക്ക് പോകുന്നു, ലീക്ക് ആവുന്നു, യൂട്യൂബർമാർ വഴിയും ബ്ലോഗേഴ്സ് വഴിയൊക്കെ പുറത്തേക്ക് ഇത് അറിയുന്നു എന്നറിഞ്ഞപ്പം പിന്നെ കടത്താതിരുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ചുറ്റിപ്പറ്റി തീർച്ചയായിട്ടും ഒരു വലിയ അന്വേഷണം വേണം, തീർച്ചയായിട്ടും. കാരണം ലഹരി കടത്തെന്ന് പറയുന്നത് നമ്മുടെ പുതുതലമുറയെ നശിപ്പിക്കുന്നതാണ്. 8ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലഹരിയാണ്.
അതിപ്പം ലഹരി പല തരത്തിലാണ്. ക്യാപ്സൂൾ രൂപത്തിൽ, എന്താ പിന്നെ പൊട്ടിക്കുന്ന ടേപ്പ് രൂപത്തിൽ കാലിൻ്റെ അടിയിൽ പിന്നെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞിട്ട്, ബ്ലേഡ് മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് ഇതാക്കിയിട്ട് ഇത് സാധനം ഒട്ടിച്ചു കൊടുക്കും. ബ്ലഡിൽ കൂടെ ഇങ്ങനെ ഈ ലഹരി കയറിക്കൊണ്ടേയിരിക്കും. ആരും അറിയില്ല, ചെരുപ്പിട്ടുകൊണ്ട് അങ്ങ് നടക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ. കാരണം ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട്, ക്രിമിനൽ ലോയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പം അതുകൂടാതെ ഞാൻ ഒരു കാര്യം പറയും. ഈ സജനയുടെ ഈ മറുനാടൻ സ്പെഷ്യലിൻ്റെ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഗൈസ് ചിരിച്ചും മരിച്ച്. നമ്മൾ ഇത്രയും കോമഡി മാത്രമല്ല, എങ്ങനെ ഇത് പറയാൻ കഴിയുന്ന ചില ഒരു ലേഡി, അവർ പിന്നെ എല്ലാവരെയും വിമർശിക്കുന്നവരാണ്, ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അവർ വന്നിരുന്ന് പറയുന്നുണ്ട് ആ കുട്ടി പെട്ടുപോയതാണ്, അവളെ സംസാരം കേൾക്കുമ്പോൾ നാണമില്ലേ പറയാനായിട്ട്. 10, 34, 35 വയസ്സുള്ള ഒരു സ്ത്രീ, അവർ തന്നെ പറയുന്നു. അത്ര ഏജ് ആണോ നമുക്ക് തന്നെ സംശയമാണ്. കാരണം അവർ ബിഗ് ബോസിൽ 7 വർഷം മുമ്പ് പോയപ്പോഴും അവർ ഇതേ കണക്കന്നെ ഇരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ, അയ്യോ കൊച്ചു കുട്ടി, അവൾക്ക് അറിയത്തില്ലെന്ന്. അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവർ ഒരു 50 വയസ്സിന് അപ്പുറത്തുള്ള ഒരു സ്ത്രീകളുടെ മെച്യൂരിറ്റിയിലാണ് അവർ സംസാരിക്കുന്നത്. അവരെ ഓരോരുത്തരെയും പറയുന്നത്, പലതവണ ഓരോ ആൾക്കാരെയും പറയുന്ന രീതികൾ, അവരുടെ പിന്നെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ അവരെന്തുമാത്രം തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ള തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീ സംസാരിച്ചിട്ട് പറയുകയാണ്, യോ അവൾ പെട്ടുപോയതായിരിക്കും, സെക്സ് റാക്കറ്റിൽ പെട്ടുപോയതായിരിക്കും. പണം ഉണ്ടാക്കാൻ വേണ്ടി ഇവളൊക്കെ സെക്സ് റാക്കറ്റിൽ അതിൻ്റെ അപ്പുറത്തിനും ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വോയിസ് കേട്ടപ്പോൾ ഞാൻ ഇതിനകത്ത് ഫിറോസ് ഖാനെ പിന്നെ ഈ ഫിറോസ് ഖാൻ പറഞ്ഞതിൻ്റെ 2 പേരും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ചും കൂടി നമുക്ക് വിശ്വാസം എടുക്കാൻ പറ്റുന്നത് ഫിറോസ് ഖാൻ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഫിറോസ് ഖാൻ കുറേ തെളിവുകളുമായിട്ടാണ് വന്നത്. ഈ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു, വീഡിയോ പറഞ്ഞു. അപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്നും. ഞാൻ കുറേ അന്വേഷിച്ചു. ഈ പറഞ്ഞ പല ആൾക്കാരും വെറും തേർഡ് റൈറ്റ് ആൾക്കാരാണ്, വെറും തെണ്ടികളാണ്. സകല പെണ്ണുങ്ങളെയും പഴപ്പിക്കുന്ന കുറേമാർ ഇതിനകത്തുണ്ട്. ഒരുപാട് ഞാൻ അന്വേഷിച്ച് അതിൻ്റെ തെളിവുകളും എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം. പിന്നെ പല ആൾക്കാരുടെ എതിരെയും മീറ്റൂയും അതുപോലെ തന്നെ പരാതികളും, പീഡന പരാതികളും ഒക്കെ വന്നിട്ട് മറുനാടൻ്റെ ഇതിൽ തന്നെ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞ് ഒരു വ്യക്തിക്കെതിരെ, ഇതിനകത്തുള്ള ഈ ഫിറോസ് പറഞ്ഞിരുന്ന ഒരു വ്യക്തിക്കെതിരെ മറുനാടനെ തന്നെ വിളിച്ചു പറഞ്ഞിട്ട് ലാസ്റ്റ് അത് മറുനാടനെയൊക്കെ വിളിച്ച് ഒതുക്കിയതാണ്. ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം വിളിച്ചിട്ട് അത് വാൺ ചെയ്തിട്ട് അങ്ങനെ ഒരു വാർത്ത ഇടരുത് എന്ന് പറഞ്ഞ് ഒതുക്കിയ കേസ് വരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവരാരും നല്ല പിള്ളകൾ, ഇവനെല്ലാം വെറും. ഇവനൊക്കെ അല്ലായിരുന്നെങ്കിൽ ഈ പിന്നെ ഫിറോസ് ഖാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് എന്താണ് കേസ് കൊടുക്കാൻ പോകാത്ത, ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാൻ പറ്റാത്ത എന്താണ്? ഇവർക്ക് ഡിഫമേഷൻ കൊടുത്തുകൂടായോ? അപ്പം ഞാനൊരു ക്രിമിനൽ ലോയറാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ കേസ് കൊടുക്കണമെങ്കിൽ നമുക്ക്, അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. കാരണം കറക്റ്റ് തെളിവുകളില്ലാതെ ഒരാൾക്കും ഒരാളുടെ ഫോട്ടോ, ഇപ്പോൾ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവൾ മോശക്കാരിയാണെന്ന് പറയുമ്പോൾ യഥാർത്ഥമായിട്ട് ഞാൻ ഏതെങ്കിലും മോശത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകളോട് കൊടുത്തില്ലെങ്കിൽ ഇവർ അകത്തകത്തില്ലേ? നമ്മൾ വെറുതെ ഒരാൾക്ക് വെറുതെ പറയാൻ പറ്റുമോ? വെറുതെ ഇരുന്ന് വായ്ത്താരം അടിക്കുന്ന കണക്കല്ല. തെളിവുകളും കറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം പറയുക, എവിഡൻസ് ഇല്ലാതെ ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എവിഡൻസ് ഫിറോസ് ഖാൻ്റെ ഉണ്ടായതുകൊണ്ടാണ് ഇവരുടെ എല്ലാ ഫോട്ടോ കൊടുത്തത്. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി നമുക്ക് വിശ്വാസയോഗ്യമായിട്ടത് ഫിറോസ് ഖാൻ പറഞ്ഞ കാര്യമാണ്. ഇന്നും പറഞ്ഞാൽ അവൻ വലിയ നന്മ വരാമെന്ന് നമ്മൾ പറയുന്നില്ല. ഓരോരുത്തരുടെയും ക്യാരക്ടർ, അവരുടെ പേഴ്സണൽ ജീവിതമൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇത്രയും അവിഹിതം പറഞ്ഞതിൽ സജിന പറഞ്ഞ ഒരു അവിഹിതത്തിൻ്റെ കഥ നമ്മൾക്ക് കേട്ടിട്ട് ചിരി വന്നു, അവിഹിതത്തിനെ കുറിച്ചിട്ടുള്ള കഥ. പിന്നെ അതേപോലെ തന്നെ റിവഞ്ച്, അത് ആദ്യം ഒന്നും പറയാം, റിവഞ്ചിൻ്റെ കാര്യം പറഞ്ഞു. ഇത് ഞാൻ ഫിറോസിനെതിരെ, അവനെതിരെ ഞാൻ റിവഞ്ച് നടത്തിയതാണ് വേറൊരുത്തൻ്റെ കൂടെ പോയെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറുനാടൻ സ്പെഷ്യലിൻ്റെ അയാൾക്ക് ചിരി വന്നിട്ട് വയ്യ. എത്ര ദിവസം പോയിട്ടുണ്ട്, എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ ഒരുത്തനോട് റിവഞ്ച് ചെയ്യാൻ വേണ്ടി വേറൊരുത്തൻ്റെ കൂടെ പോയെന്ന്. നാണോ മാനോ ഉളുപ്പുണ്ടോ ഈ പെണ്ണും പിള്ളയ്ക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ മനുഷ്യന്മാർ മണ്ടന്മാരാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. നമ്മൾ ഈ കേൾക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ പിന്നെ അരിയാഹാരമല്ലേ കഴിക്കുന്നത്? ഇവരെന്താണ് ഇങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? എന്തുമാത്രം ഇവരിങ്ങനെ പറയും തോറും നമുക്ക് ഇവരോടുള്ള വെറുപ്പിക്ക് അതിലെ പുഴുത്ത നമ്മൾ ഒരു സാധനത്തിന് നോക്കുന്ന പോലെ അവജ്ഞയോടാണ് ഈ സ്ത്രീയെ നോക്കുന്നത്. അത്ര വൃത്തികെട്ട രോഷമാണ്. 2 കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു. സ്വന്തം മക്കളെ ഓർത്തിട്ടുണ്ടായിരുന്നു ഈ പണിക്ക് പോകത്തില്ലായിരുന്നു. കണ്ടവന്മാരുടെ കൂടെ എല്ലാം കറങ്ങി നടക്കുകയും കണ്ടവന്മാരുടെ കൂടെ എല്ലാം കിടപ്പറ പങ്കിടുകയും കണ്ടവന്മാരുടെ അടുത്തെല്ലാം എഗ്രിമെൻ്റ് എഴുതിയിട്ട് ഇങ്ങനെ പോകുന്നവളുമാരാണ്. ഇവളാണോ 2 മക്കൾ, എൻ്റെ 2 മക്കൾ, എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഓർക്കണമെന്നൊക്കെ പറയുന്നത്? അപാരം. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയോ ജീവിച്ചോ, പക്ഷേ അവർ നാളെ അന്തസ്സായിട്ട് ജീവിക്കണം. അവരെടുത്ത് നാളെ ഒരാൾ ചോദ്യം ചെയ്യില്ല, നിൻ്റെ തള്ള അങ്ങനെ ആയിരുന്നല്ലോ, നിൻ്റെ തള്ള അവൻ്റെ കൂടെ കിടന്നേലേ, നിൻ്റെ തള്ളയുടെ എല്ലാ വീഡിയോ അവിടെ ഞങ്ങൾ കണ്ടല്ലോ, നിൻ്റെ തള്ള ക്ലീവേജും കാണിച്ച് എല്ലാ സാമാനവും പുറത്താക്കിയിട്ടാണല്ലോ നിൻ്റെ തള്ള വീഡിയോ ഇട്ടേക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം കിടക്കുകയാണ്. ഓരോ മക്കളും ഇങ്ങനെ കാണിച്ചവളുമാരുടെ എല്ലാ മക്കൾക്ക്, അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളാണ്, അവരിപ്പോൾ ചോദിക്കുന്നില്ല. അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരൊരു കല്യാണം കഴിച്ച് അല്ലെങ്കിൽ അവർ കുടുംബമായിട്ട് ജീവിച്ച് വേറൊരു നാട്ടിൽ പോയി ജീവിക്കുമ്പോൾ
അവരുടെ ഒരു അവസ്ഥ എന്താവും? അവരുടെ അടുത്ത് ചോദിക്കില്ലേ നിൻ്റെ തള്ളയായിരുന്നോ അത് എന്ന് ചോദിക്കത്തില്ലേ? നിൻ്റെ തള്ളയുടെ വീഡിയോ ആണല്ലോ അവിടെ കിടക്കുന്നത്, ഇവിടെ നെഞ്ച് മുഴുവൻ അല്ലെ മാറ് മുഴുവൻ കാണിച്ചുകൊണ്ടാണല്ലോ വീഡിയോ ഇട്ടേക്കുന്നത്. ഇങ്ങനെയാണോടി പണം ഉണ്ടാക്കിയത്? ഒരു പെണ്ണ് അവളുടെ മോള് കല്യാണം കഴിച്ചു, അവളൊരു അന്യ വീട്ടിൽ ഏതവളായാലും, ഈ പോന്നവളുമാരെ എല്ലാം ഞാൻ പറഞ്ഞാണ്, ഏതവളുമാരായാലും ഇവിടെയൊക്കെ കല്യാണം കഴിച്ചു, ഇവിടെയൊക്കെ മക്കൾ കല്യാണം കഴിച്ചു ഒരു അന്യ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ അവിടെ ആ വീട്ടുകാർ ചോദിച്ചില്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കും, ഇല്ലല്ലോ അവളുടെ മോളല്ലേ അതൊന്നും. ആ കുട്ടികൾ വളരെ അവരുടെ ജീവിതമാണ് ആർക്കണം. അതിനൊക്കെ ആമ്പിള്ളേർ അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ? നിൻ്റെ തള്ളയല്ലോടാ ഇങ്ങനെ നടന്ന് കാശുണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ഭേദം ഇവിടെ ഞങ്ങൾക്ക് കൊന്നു കളഞ്ഞാലൊന്നും മക്കൾ വിചാരിക്കുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പം ഇവരുടെ മക്കളൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ നാളെ ഇവരുടെ മക്കൾ പറയത്തില്ല എന്ന് ഇവർ വിചാരിക്കരുത്, തീർച്ചയായിട്ടും പറയും. അപ്പോൾ അതിവിടെ പറയണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സജിനെ പറഞ്ഞു, ഞാനിത് കേൾപ്പിക്കാത്തതെന്ന് പറഞ്ഞാലേ വെറുതെ എന്തിനാ ഇത് കേൾപ്പിക്കുന്നത്, എന്നാലും ഒന്ന് കേൾപ്പിച്ചേക്കാം. പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 21 വയസ്സിലുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. 19 വയസ്സേ ഉള്ളെന്ന്. കൊച്ചിന് പിന്നെ 2 വയസ്സ്, കൊച്ചിന് ആദ്യത്തെ മോച്ചിന് 2-3 വയസ്സായിട്ടാണ് ഫിറോസ് കെട്ടിയത്. അത് കഴിഞ്ഞ് അടുത്ത കൊച്ചു വന്നിട്ട് വീണ്ടും 2 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 5-6 വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടും 19 വയസ്സേ ഉള്ളെന്ന്. ഇത് പിന്നെ അല്ലേ തമാശയാണ്. എന്ത് 12 വയസ്സിലാണ് കല്യാണം കഴിച്ചത്, 13 വയസ്സിലാണ് മാക്സിമം. ചില ആൾക്കാർ 17 വയസ്സൊക്കെ കഴിയുമ്പം ജാതകത്തിന്, പക്ഷേ എനിക്കൊക്കെ 18 വയസ്സ് തികയുന്നതിന് മുമ്പേ കല്യാണമൊക്കെ ആയത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷേ എന്നാലും ഇത് 13 വയസ്സിൽ 12 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് 19 വയസ്സായതേ ഉള്ളൂ. എനിക്ക് ഉള്ള കുട്ടിയായിരുന്നു, എനിക്ക് ഒരു അറിവില്ലായിരുന്നു. അറിവില്ലാ പൈതൽ ഭർത്താവിൻ്റെ കളഞ്ഞിട്ട് പോയത് വേറൊരുത്തിന്, ഭർത്താവ് മോശക്കാരനായതുകൊണ്ട് അവനെ റിവഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറൊരുത്തൻ്റെ കൂടെ പോയി കിടക്ക പങ്കിട്ട് അവൻ്റെ ഹോട്ടൽ റൂമിലിരുന്ന് അവൻ്റെ ബെഡിൽ അവനും കിടക്കുന്നു അവനും ഇരിക്കുന്നു, അവൾ കിടന്നുകൊണ്ട് ലെറ്റർ എഴുതുന്നു. എന്നിട്ട് വേറൊരുത്തിന് ആ വീഡിയോ പിടിക്കുന്നു. അവൻ അത് മനഃപൂർവ്വം ചെയ്യിക്കുകയാണ്. കാരണം നാളെ ഇവൻ കേസ് കൊടുത്താൽ എൻ്റെ ഭാര്യ തട്ടിക്കൊണ്ടുപോയി ഒരുത്തെന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ, കാരണം ഇവളെല്ലാം പണമാണ്, ഹണി ട്രാപ്പ്, പണമാണ്. പണം കിട്ടിയാൽ മതി. അപ്പോൾ പണം കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഇനി ഭാര്യയും ഭർത്താവായിട്ടുള്ള കളിയാണെന്ന് പേടിച്ചിട്ടായിരിക്കും അവൻ എഗ്രിമെൻ്റ് എഴുതിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ക്രിമിനൽ ബുദ്ധിയിൽ പറയുകയല്ല. പിന്നെ അതിനുശേഷം ഇതിനകത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. കാരണം 1.5-2 മണിക്കൂറത്തെ ഒരു വീഡിയോ ആണ്. ഇതൊന്നും നമുക്ക് മുഴുവൻ കേട്ടോണ്ടിരുന്നാൽ നമ്മുടെ ഉള്ള സമയം പോകും. കുറച്ചൊക്കെ കട്ട് ചെയ്ത് സ്പീഡിൽ നമ്മൾ 2 സ്പീഡിൽ കട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ കേട്ടു പോവാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സജിന പറഞ്ഞ റസൂൽ പൂക്കുട്ടിയായിട്ടുള്ളൊരു റിലേഷനെ കുറിച്ചാണ് കേട്ടോ. റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള റിലേഷൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചത്ത് മരിക്കും എന്താ പറഞ്ഞ് ചിരിച്ച് മരിക്കട്ടെ, ചിരിച്ച് ചാവും. ആ രീതിയിലാണ് റസൂൽ പൂക്കുട്ടിയായിട്ട് റിലേഷൻ പറയുന്നത്. റസൂൽ പൂക്കുട്ടി അദ്ദേഹം എൻ്റെ എല്ലാമാണോ? അദ്ദേഹം എൻ്റെ ദൈവമാണോ? അയ്യോ അതുമല്ല. അദ്ദേഹം എൻ്റെ അച്ഛനാണോ? അയ്യോ അച്ഛനെ പറയരുത് പ്ലീസ്. എന്ന് പറഞ്ഞാൽ തന്ത 3 ഗർഭം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഗർഭം പിന്നെ വല്ല കറകുടിയന്മാർ, എന്താ പറയുക, വല്ല മനോരോഗികൾ, അല്ലെങ്കിൽ വല്ല കഞ്ചാവടിച്ച കേസുകളിൽ മക്കളെ ഗർഭം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാൻ അങ്ങനെ കേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള, പക്ഷെ എന്നാലും ഈ അച്ഛനായിരുന്നു, ഞാൻ ദൈവമായിരുന്നു, എൻ്റെ സഹോദരനാണോ? അച്ഛനാണോ? അല്ല, അദ്ദേഹം എൻ്റെ ദൈവമാണ്. എന്തോ ഒരു ഭാവാഭിനയമാണ് എൻ്റെ ദൈവമേ. ഞാനൊരു നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആളാട്ടോ, ആർട്ടിസ്റ്റ് കൂടി. ഇവർക്കൊക്കെ കാരണം അദ്ദേഹം എൻ്റെ അച്ഛനാണോ? അല്ല. ഇല്ല, നമ്മൾ അന്നൻ സിനിമ കാണത്തില്ല, അന്നൻ സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് ചില സമയത്ത് നമ്മൾ ഇന്നലത്തെ മറുനാടൻ സ്പെഷ്യൽ കാണുമ്പോൾ സജിന നൂറിൻ്റെ ഫേസ് കാണുമ്പം. സജിന നൂറ് ഫിറോസിനെ ശരിയാക്കണം, അല്ല റസൂൽ പൂക്കുട്ടിക്ക് വേണ്ടിയിട്ട് 3 കോടി കൊടുത്ത് കാണാനാണ് സാധ്യത. എനിക്കൊന്ന് റസൂൽ പൂക്കുട്ടിക്ക് ഒരുപാട് കോടികളുണ്ടല്ലോ, പിച്ചക്കാരനല്ലല്ലോ. അപ്പോൾ റസൂൽ പൂക്കുട്ടി എന്തോ കോടികൾ കൊടുത്തിട്ടുണ്ട്. ഈ റസൂൽ പൂക്കുട്ടിയുടെ കോടികൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് റസൂൽ പൂക്കുട്ടിയെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് റസൂൽ പൂക്കുട്ടി അച്ഛനാണോ, ദൈവമാണോ, സഹോദരനാണെന്ന് അറിയാം, എൻ്റെ കാമുകനാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എൻ്റെ എല്ലാമാണ്. അത് കഴിഞ്ഞപ്പോൾ വേറൊരുത്തി എന്നെ അദ്ദേഹം ദുബായിലെ സെക്സ് റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വേറൊരുത്തിയുടെ വീഡിയോ ആയിട്ട് ഒരു വോയിസുമായിട്ട് ഫിറോസ് ഖാൻ വന്നേക്കുന്നത്, അവളെ രക്ഷപ്പെടുത്തിയ ഞാനാണ്, അതിൻ്റെ വീഡിയോസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്, റസൂൽ പൂക്കുട്ടി ഞാനാണ് പരിചയപ്പെടുത്തിയത്, ഞാൻ ലക്ഷ്മി ജയനാണ്. അപ്പോൾ ലക്ഷ്മി ജയൻ എന്ന് പറയുന്നവൻ അങ്ങനെ ഇവരെ എല്ലാം പരിശോധിക്കണം. ഇവരെല്ലാം എന്തിനാണ് ഈ ദുബായിൽ പോകണത്, എപ്പോഴും ദുബായിൽ പോകണത്, ഇവരിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതുപോലെ തന്നെ ഇവരെല്ലാം ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. MDMA എന്നൊരു പേരാണ്, അത് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓപ്പറേഷൻ തൂബാൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് തലത്തിൽ ഇത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതിനകത്ത് സജിന നൂറുമായിട്ട് ബന്ധപ്പെട്ട പിന്നാമ്പുറത്ത് ഇതേണക്കുള്ള ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. അതുപോലെ പിന്നെ ഈ സജിന നൂറിനായിട്ട് ബന്ധപ്പെട്ട സകലമാന ആൾക്കാരുടെയും പശ്ചാത്തലം അന്വേഷിക്കണം, ബാക്ക്ഗ്രൗണ്ട്. ഈ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിയിരുന്ന ആൾക്കാർ, ഇവരെ എന്തിനാണ് ഇവർ ദുബായിൽ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്,
ചോദിച്ചുകൊണ്ടിരുന്ന പല വിദേശ രാജ്യങ്ങൾ എന്തിനാണ് ഇവരെ കൊണ്ടുപോകുന്നത്, ഇവരുടെ പിന്നിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇതെല്ലാം ഗവൺമെൻറ് തലത്തിൽ അന്വേഷിക്കപ്പെടേണ്ട ഒരു ബാധ്യതയുണ്ട് ഗവൺമെൻറ്റിന്. കാരണം വളരെ വലിയ ഒരു ഇൻഫർമേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡ്രഗ്സ് ക്യാരിയറാണ് പല ആൾക്കാരും, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം അവർ കേസ് കൊടുത്തെന്നും ഡിഫോമേഷൻ കേസ് കൊടുത്തെന്നൊക്കെ പറയുന്ന കിട്ടുന്നില്ല. അപ്പോൾ എല്ലാ ആൾക്കാരെയും ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ ആൾക്കാരെയും ഈ ഒരു അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ട് അന്വേഷണം ഇല്ലാത്തവരൊക്കെ വിടട്ടെ, ഉള്ളവരെയൊക്കെ എന്താ, കാരണം ഇതൊരു സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ഇവരുടെ അവിഹിതം, ഇത് അവിഹിതം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ കടന്നു പോയി, ഇഷ്ടംപോലെ ഇനി ഇഷ്ടംപോലെ വരാനുണ്ട്. അപ്പോൾ ഇത് തന്നെ ഇതിന് അവിഹിതം എന്ന് പറയുന്നത് ഇത് വേറെ മറ്റേ പണി. അപ്പോൾ ഈ മറ്റേ പണിക്ക് പോയ കഥയൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട, കാരണം നമുക്ക് ചുമ്മാ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഇട്ട് എല്ലാ യൂട്യൂബേഴ്സിനും പറ്റുന്നവർക്കൊക്കെ റിയാക്ഷൻ വീഡിയോസ് ഇട്ട് റീച്ച് കൂട്ടാം. അല്ലാണ്ട് പക്ഷേ ഗവൺമെൻറ് തലത്തിൽ വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ടത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ, ഇവർക്ക് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ളതാണ്. കാരണം ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഡ്രഗ്സിനെ മുഴുവൻ നമ്മുടെ കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കുക. കാരണം പുതിയ തലമുറയെ, ന്യൂ ജനറേഷൻ കുട്ടികളെ നശിപ്പിക്കുന്നത് ഈ ഡ്രഗ്സാണ്. ഇവന്മാരെല്ലാം മാഫിയകളെല്ലാം കാശ് ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപയാണ്, ക്യാരിയർമാർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും. അപ്പോൾ ഇതെല്ലാം ക്യാരിയറാക്കും. കാരണം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ വലിയ ചെക്കിംഗ് ഒന്നും ഇല്ലാതെ, എപ്പോഴും പോകുന്ന ആൾക്കാരെ വലിയ ചെക്കിംഗ് ഒന്നും ഇല്ലാതെ കടത്തി വിടാനുള്ള ഒരു മാർഗ്ഗമുണ്ട്, VIP ക്ലാസ്. ആ ഒരു VIP ഇതിലേക്കൂടെ ലോഞ്ചിൽ കൂടെ അവരിങ്ങ് ഇറങ്ങിപ്പോരും. അപ്പോൾ എക്കണോമിക് ക്ലാസ്സിലൊക്കെ പോകുന്ന ആൾക്കാർ അങ്ങനെ ഇങ്ങ് ഇറങ്ങിപ്പോരും, അവർക്കധികം ചെക്കിംഗ് ഉണ്ടാവില്ല. കാരണം ഞാനെപ്പോഴും ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ഫ്ലൈറ്റിൽ പോകുന്ന ആളായിരുന്നു കേട്ടോ. ഹൈക്കോടതിയിലായിരുന്നു, കർണാടക ഹൈക്കോടതിയിലായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്കത് അറിയാം. അതുകൊണ്ട് ഇവർക്കൊന്നും ചെക്കിംഗ് ഇല്ല. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതും പോയിച്ച് നമ്മളിങ്ങനെ എല്ലാം പരിശോധിച്ചിട്ടൊക്കെയാണ് നമ്മളെ വിടുന്നത്. പക്ഷേ എപ്പോഴും പോകുന്ന ആൾക്കാരെ, എപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരെ സൂക്ഷിക്കണം. വളരെ ഉത്തരവാദിത്തപ്പെട്ടോടുകൂടി ഇത് ഗവൺമെൻറ് തലത്തിൽ ഇത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സജിനയുടെ ഓരോരോ ഈ വെളുപ്പീര് കണ്ടിട്ട് ചിരിയാണ്. ആരാണ് സജിനയെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്? അത് ഫിറോസാണ്. സീരിയലിൽ സംഭവത്തിലേക്ക് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കൂടി ചേർന്നുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് എന്നെ കൊണ്ടുപോയത്, കപ്പിൾ എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളങ്ങ് ഫെയിമായി. പിന്നെ കുറേ അവിടെ ഇവിടെയൊക്കെ സൗന്ദര്യം ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്താനായിട്ട് ഈ ഫിറോസ് കൊണ്ടുവന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സജിനയ്ക്ക് മനസ്സിലായി ഇനി ഫിറോസിനെ ആവശ്യമില്ല, ഒറ്റയ്ക്ക് അങ്ങ് ജീവിക്കാമെന്ന്. സജിന അങ്ങനെയുള്ളൊരു അത് സജിനയുടെ ഒരു വോയിസ് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഫിറോസ് നല്ലവനാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം അവൻ അതിനെക്കാട്ട് വലിയ സംഭവമായിരിക്കും, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ചും കൂടി നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നത് ഫിറോസിൻ്റെ തെളിവുകൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വന്ന ഒരു സ്ത്രീ, ഒരു വോയിസുമായിട്ട് വന്ന ഒരു സ്ത്രീ പറയുന്നിട്ട് ഇവൾ പ്രേമരോഗിയാണ്, ഇവൾ സഹലമാനെ കണ്ട ഏതാണുങ്ങളെ, പ്രത്യേകിച്ചും പണമുള്ള ഏതാണുങ്ങളെ കണ്ടാലും അവൾക്ക് വേണം എന്ന് പറയുന്നു. അപ്പോൾ അവളെ വെളുപ്പിക്കാൻ, ഈ സജന എന്ന് പറയുന്ന വ്യക്തിയെ വെളുപ്പിക്കാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇള്ള പൈതൽ ഒന്നും അറിയത്തില്ല, 35 വയസ്സ്, 34, 35 വയസ്സുകാരി, അവർ തന്നെ പറയുന്ന വയസ്സാണ് കേട്ടോ. അത് അതിനെക്കാട്ട് കൂടുതലുണ്ടാവാനാണ് സാധ്യത. അത്രയും ഉള്ള വെറും ഇള്ള പൈതൽ, അങ്ങനെ അത്രയും വയസ്സ് തന്നെ കുഞ്ഞു കുട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ത് ഉദ്ദേശിച്ചാണ്? 10-35 വയസ്സായ ഒരു പെണ്ണുംപുള്ള, ഈ പെണ്ണുംപുള്ളയാണ് കുഞ്ഞു കുട്ടിയായിട്ട് വന്നിട്ട് അവതരിപ്പിക്കുന്നത്. ഒന്നും അറിയത്തില്ല, സെക്സ് റാക്കറ്റിൻ്റെ പിടിയിലകപ്പെട്ടു. ഇവിടെ പിന്നെ മറ്റോ പണിക്ക് പോകുന്നതുകൊണ്ടല്ലേ അവർക്കൊക്കെ പണം കൂടുതൽ കിട്ടാൻ വേണ്ടി ഇവിടെയൊക്കെ ഡ്രസ്സിങ് രീതി കണ്ടായിരുന്നു. ഇവളൊക്കെ കുറച്ച് നാളായിട്ട് ഈ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം ഒരു മാന്യത ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫിറോസ് ആയിട്ട് മാറിയെന്ന് കണ്ടപ്പോഴത്തേക്ക് ഉടനെ പിന്നെ എന്താ പറയണേ, ക്ലീവേജും കാണിച്ച്, ഇവിടെയും കൂടി തുറന്ന് കാണിച്ച്, പിന്നെ എത്രമാത്രം പിന്നെ എന്താ പറയണേ, കാല് കാണിക്കാമോ, തുടയും കാണിച്ച്, പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉടുപ്പ് താത്തപ്പോഴത്തേക്കിന് മൈ ഗോഡ് എല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്ന ഇനാഗുറേഷനൊക്കെ പോകുന്ന കണ്ടിട്ടില്ലായിരുന്നു. ഇല്ല, മത്സ്യകന്യകയുടെ ഉടുപ്പൊക്കെ ഇട്ട് അവിടെയും വെട്ടി ഇവിടെയും വെട്ടി കീറി നടക്കുന്ന ഉടുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ഈ അവസ്ഥയിലാണെന്ന് പറഞ്ഞ് ഡ്രസ്സ് കണ്ടുകൊണ്ട് ആരും മോശക്കാരെന്ന് പറഞ്ഞില്ല. പക്ഷേ നിരന്തരം വെളി രാജ്യങ്ങളോട് ഇപ്പോൾ പറയുകയും ചെയ്തു, ഞാൻ സെക്സ് റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ട്, ഇങ്ങനെ പോയി ഇന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്കൊരു 13 വയസ്സല്ലേ ഉള്ളൂ. ഇപ്പോൾ 13 വയസ്സുള്ള കുട്ടികളൊക്കെ ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ മിസ്യൂസ് ചെയ്യപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നറിയാൻ ഇത് 10-13 വയസ്സ് ഉള്ള കുട്ടിയുടെ തള്ളയാണ്. ഒരു പെങ്കൊച്ചിൻ്റെ ഒരു ടീനേജുകാരിയുടെ അമ്മയാണ്. അത് മനസ്സിലാക്കണം. അല്ലാണ്ട് ഉള്ള കുട്ടിയല്ല ഇവർക്ക് അറിയത്തില്ലെന്ന് പറയാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഒരാൾക്കാരുടെ അതിലോട്ട് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഉള്ളൂ. ഇന്നലെ എന്തായാലും മറുനാടൻ സ്പെഷ്യലിൻ്റെ മറുനാടൻ സ്പെഷ്യൽ ആ വീഡിയോ കിടപ്പുണ്ട്. പക്ഷേ 2 മണിക്കൂറിൻ്റെ ഒരു 100 മിനിറ്റ് മീൻസ് 2 മണിക്കൂറിനടുത്ത് ഉണ്ടത്. അത് കാണണമെങ്കിൽ നമുക്ക് തല പോവും. കാരണം ചലബലെന്നും പറഞ്ഞില്ല, ഭയങ്കര ഇവരുടെ സംസാരം നമുക്കൊരു പാറപ്പുറത്ത് അടിക്കുന്ന ഒരു സംസാരമില്ല, നമുക്കത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നൊരു
സൗണ്ടാണല്ലോ ഈ സജിനയുടെ. ആ ഇറിറ്റേറ്റഡ് സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ തലയ്ക്കകത്ത് എന്തോ ആറിന് കൊട്ടുന്ന പോലുള്ള ഒരു ഫീല്. അപ്പോൾ ഞാൻ ഇച്ചിരി കേട്ടിട്ട് കുറച്ച് കേട്ട് പിന്നെ കുറച്ച് നീട്ടി കളഞ്ഞു, പിന്നെ കുറച്ച് മാറ്റി അങ്ങനെയൊക്കെ കുറേ കണ്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറേ ഓരോ ആൾക്കാരും എന്താ പറയുക, നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഇടുന്നുണ്ട്, അതിൻ്റെയൊക്കെ കുറച്ച് ഇത്തിരിയൊക്കെ പോയി കണ്ട്.